70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വാശിയേറിയ പോരാട്ടമായിരുന്നു ഇന്നലെ പുന്നമടയിൽ കണ്ടത്. ഇതിൽ കപ്പടിച്ചു പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. തുടർച്ചയായി 5ാം തവണയാണ് കാരിച്ചാൽ ചുണ്ടൻ PBC വെള്ളിക്കിരീടം സ്വന്തമാക്കുന്നത്. ഫോട്ടോ ഫിനിഷിൽ 5 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് PBC ചരിത്രമെഴുതിയത്. 5ാമത്തെ തവണയും അവർ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടു. ആരാണ് ഇവിടെ വിജയിക്കുക? ഇതാ വീയപുരം. ഇല്ല, PBCയുടെ കാരിച്ചാലും വീയപുരവും നടുഭാഗവും നിരണവും കടന്നുപോകുന്ന മനോഹരമായ ദൃശ്യം. ആവേശോജ്വലമായ മത്സരത്തിനൊടുവിൽ വീണ്ടും കരുത്ത് തെളിയിച്ച് കാരിച്ചാൽ ചുണ്ടൻ. പുന്നമടയിലെ ഓളപ്പരപ്പിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി കാരിച്ചാലിന്റെ ഫോട്ടോ ഫിനിഷിംഗ്. സെക്കൻഡിന്റെ 1/5 വീയപുരത്തെ പിന്തള്ളി 70ാമത് നെഹ്റു ട്രോഫിയിൽ മുത്തം. പുന്നമടയിലെ ജലരാജാവ് പട്ടം തുടർച്ചയായ 5ാം തവണയും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്. നീറ്റിലിറങ്ങിയ കാരിച്ചാൽ ഇതുവരെ സ്വന്തമാക്കിയത് 2 ഹാട്രിക് അടക്കം 16 നെഹ്റു ട്രോഫികൾ. 1974 FBC ചെന്നങ്കരിയിലൂടെയാണ് കാരിച്ചാലിന്റെ വിജയഗാഥയ്ക്ക് തുടക്കമിട്ടത്. പിന്നീട് ഓരോ തവണയും കാരിച്ചാൽ തങ്ങളുടെ വരവറിയിച്ചുകൊണ്ടിരുന്നു. ആരാധകരുടെ ആവേശമായി മാറി. VBC കൈനഗിരി തുഴഞ്ഞ വീയപുരം ചുണ്ടൻ 2ാമതെത്തി. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടനും നിരണം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നിരണം ചുണ്ടനും യഥാക്രമം 3ാമതായും 4ാമതായും ഫിനിഷ് ചെയ്തു. ജലരാജാക്കന്മാരെ കണ്ടെത്താനുള്ള ഫൈനൽ പോരിൽ മാറ്റുരച്ചത് 19 ചുണ്ടൻ വള്ളങ്ങൾ. ഹീറ്റ്സിൽ 4 മിനിറ്റ് 14 സെക്കൻഡ് സമയം കുറിച്ചാണ് കാരിച്ചാൽ ചുണ്ടൻ ഫൈനലിലെത്തിയത്. കഴിഞ്ഞ തവണ വീയപുരം ചുണ്ടൻ തുഴഞ്ഞാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചാമ്പ്യന്മാരായത്. ടീം 24 ആലപ്പുഴ.